കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ CPI നേതാവും LDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് രാമഗിരി നല്ലെടുപ്പ് സ്മാരക മണ്ഡപത്തിൽ നിന്ന് തുടക്കമായി. കാലങ്ങളായി CPI MLA മാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, കഴിഞ്ഞ ബുള്ളറ്റിനിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയുണ്ടായി. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് എന്തായാലും തുടക്കം കുറിച്ചിരിക്കുകയാണ്. വലിയൊരു ആവേശം. നമുക്കറിയാം, ഇടതുമുന്നണി തന്നെയാണ് ഈ ഒരു പ്രചരണത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ശ്രീജ, തീർച്ചയായിട്ടും ആവേശകരമായ ഒരു തുടക്കം തന്നെയാണ് കുറിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. അതായത് അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത്, ഇവിടെ പൊതുരംഗത്ത്, ഈ കാസർഗോഡിൻ്റെ പൊതുരംഗത്തെ വളരെ സൗമ്യമായ ഒരു മുഖമാണ് നമുക്ക് കാലങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ദീർഘകാലം CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. വളരെ നിലപാടുകളിൽ കാർക്കശ്യം പാലിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. നേതാവെന്ന നിലയിൽ എല്ലാവരോടും നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പലിൻ്റേത് എന്നത് അദ്ദേഹത്തിന് വലിയൊരു പോസിറ്റീവ്നെസ് നൽകുന്ന ഒരു കാര്യമാണ്. കർഷക സമര പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന രാവണേശ്വരത്തെ രാമഗിരിയിലെ നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിൽ നിന്നും അരമണിക്കൂർ മുൻപാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. നിലവിലെ MLA E ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രചരണത്തിനുള്ളതിനാൽ തന്നെ ക്രമീകരിച്ച രീതിയിൽ, എന്നാൽ ആവേശം പകരുന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം. ഇന്ന് അജാനൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ മടിക്കൈ ഗ്രാമപഞ്ചായത്ത്, ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് അജാനൂരും മടിക്കയും. കൂടാതെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ചില ഭാഗങ്ങളിലുമാണ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിൻ്റെ പ്രചരണം പോകുന്നത്. ഇവിടെ വിജയത്തിന് ആശങ്കകളില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ CPI MLA മാർ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. 25,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലവിലെ MLAക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്തായാലും വിജയം സുനിശ്ചിതമെന്ന ഉറപ്പോടു കൂടിയാണ് അദ്ദേഹം പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. CPI നേതൃത്വവും അതുപോലെ തന്നെ LDFൻ്റെ എല്ലാ സന്നാഹങ്ങളും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പലിന് വേണ്ടി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീജ, തീർച്ചയായും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ LDF പ്രചരണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനൂപ് നീലേശ്വരം.